തിരുവനന്തപുരം ജില്ലയിലെ നന്തങ്കോട് എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ചാരാച്ചിറ ശ്രീ മഹാകാളി ക്ഷേത്രം. ചാരാച്ചിറ ശ്രീ മഹാകാളി ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വിദ്യാകേന്ദ്രത്തിൻ്റെ ആസ്ഥാനമായ ചാരാച്ചിറ ശ്രീ മഹാകാളി ക്ഷേത്രത്തിലെ 20ാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവവും കലശപൂജയും 2024 മാർച്ച് 2 ശനിയാഴ്ച, മാർച്ച് 3 ഞായറാഴ്ചയും താന്ത്രിക വിധി അനുസരിച്ച് ഉത്സവം നടന്നു. 2024 മാർച്ച് 3 ഞായറാഴ്ചയായിരുന്നു പൊങ്കാല. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമസ്കാരം. നാരീ പൂജയുടെ വിശേഷ വിവരങ്ങളാണ് പറയുന്നത്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ വേറെ ഒരു സ്ഥലത്തും ഈ പൂജ നടക്കുന്നില്ല. സ്ത്രീയെ ദേവിയായി സങ്കല്പിച്ചുകൊണ്ട് ഒരു പൂർണ്ണമായി ദേവിക്ക് ചെയ്യേണ്ട പൂജകൾ ആ സ്ത്രീയെ നാരിയായിട്ട് പൂജിച്ചുകൊണ്ട് ദേവിയായിട്ട് പൂജിച്ചുകൊണ്ട് ചെയ്യുകയാണ്. എത്ര നാര്യന്തു പൂജ്യന്തേ രമേന്ദ്രേ തത്ര ദേവത. എവിടെ സ്ത്രീയെ ആരാധിക്കുന്നുവോ അവിടെ ദേവതകൾ പ്രസാദിക്കുന്നു എന്നാണ് വേദങ്ങളും ഉപനിഷത്തുകളും പറയുന്നത്. അതനുസരിച്ച് ഇവിടെ ഭർതൃമതികളായ സ്ത്രീകളെ വ്രതധാരിയായി അവരുടെ പേരുകൾ അവിടെ രജിസ്റ്റർ ചെയ്ത് ഇത്തവണ 13 പേര് തന്നു. ആ 13 പേരിൽ നിന്ന് ദേവിയുടെ മുമ്പിൽ നറുക്കെടുത്ത് ആ ഭാഗ്യം അനുഭവിക്കാൻ പ്രാപ്തമായ ആളെ ദേവി തിരഞ്ഞെടുത്തതിന് ശേഷം അവരെ മറ്റു അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് ഇവിടെ ആ സിംഹാസനത്തിലിരുത്തി ദേവിയായി എല്ലാവിധ പൂജാക്രമങ്ങളും ചെയ്ത് ആരതി ചെയ്ത് ഭക്തജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനും നമസ്കാരം ചെയ്യാനുമുള്ള അവസരം കൊടുക്കുന്നു. ഇതാണ് ലഘുവായി അതിനെക്കുറിച്ചുള്ള വിവരണം. ഇവിടെ ഇരിക്കുന്നത്
ഒരു ശിവയല്ല. ഇവിടെ നമ്മുടെ അകത്തിരിക്കുന്ന മഹാദേവിയുടെ പ്രതിനിധിയാണ്. നമ്മൾ കാലങ്ങളായി ഇവിടെ ക്ഷേത്ര നിത്യപൂജാ വ്യവസ്ഥകൾ തുടങ്ങിയത് മുതൽ എല്ലാ വർഷവും അമ്മയുടെ തിരുവുത്സവത്തിന് നാരീ പൂജ തിരുവനന്തപുരം ജില്ലയിൽ വേറെയും നടക്കാറില്ല. ചെക്കുളത്ത് കാവിൽ മാത്രമാണ് നടക്കുന്നത്. ഇവിടെ വിശേഷാൽ നമ്മൾക്ക് ഒരു വ്യവസ്ഥിതി വെച്ചു. അമ്മയുടെ മുമ്പിൽ പേര് സമർപ്പിച്ച് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യ ദിവസം നറുക്കെടുപ്പിലൂടെ ഏത് അമ്മയ്ക്കാണ് അതിനുള്ള അവസരം കിട്ടുന്നത്, ഇപ്പോഴത്തെ ഈ പൂജയ്ക്ക് എൻ്റെ പ്രതിനിധിയായി ഇരിക്കാൻ നീയാണ് യോഗ്യത എന്ന് അമ്മ നിശ്ചയിക്കണം അവർക്ക് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ നിരാശപ്പെടേണ്ടതില്ല. അവർക്ക് ഇനിയും അവസരങ്ങളുണ്ടാവും. പൂജയ്ക്ക് അവസരം കിട്ടിയവർക്ക് ഇനി ഇരിക്കാൻ പറ്റില്ല, വീണ്ടും വീണ്ടും ഇരിക്കാൻ അവസരം ലഭിക്കില്ല. അതുകൊണ്ട് അടുത്ത് മറ്റുള്ളവർക്ക് ഇപ്പോൾ അല്ലെങ്കിൽ അടുത്ത തവണ എന്ന രീതിയിൽ ആണ്. അപ്പോൾ ഇതിനൊരു മഹാശാസ്ത്രമുണ്ട്. നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ നാട്ടില് സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായാണ് കാണുന്നത്. നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും സ്മൃതികളിലും ശ്രുതികളിലും ഒക്കെ പറയുന്നത് എത്ര നാര്യന്തോ പൂജ്യന്തേ രമന്ത്രേ തത്ര ദേവത. എവിടെ സ്ത്രീയെ ദേവിയായി പൂജിക്കുന്നുവോ, എവിടെ സ്ത്രീക്ക് സ്നേഹം, സമാധാനം, സാന്ത്വനം കൊടുക്കുന്നുവോ അവിടെ സർവത്ര ദേവന്മാരും സന്തോഷത്തോടുകൂടി അവരെ അനുഗ്രഹിക്കും. അതാണ്. അതുപോലെ തന്നെ ഉപനിഷത്തിൽ പറയുന്ന വേറൊരു കാര്യം പറയുന്നുണ്ട്. ബാലാരക്ഷതി കൗമാരെ, ഭർത്തോ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, സ്ത്രീ സ്വാതന്ത്ര്യമർഹസി. അപ്പൊ ബാല്യകാലത്ത് അച്ഛൻ സംരക്ഷിക്കണം, യൗവനകാലത്ത് ഭർത്താവ് സംരക്ഷിക്കണം, വാർദ്ധക്യകാലത്ത് പുത്രൻ സംരക്ഷിക്കണം. അപ്പൊ ആ നിലയ്ക്ക് സ്ത്രീ അപലയായും ചപലയായും അശരണയായും ഒരിക്കലും പാടില്ല. എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നവളായി തന്നെയാണ് ലോകത്ത് സ്ത്രീയെ, നമ്മളെ ഭാരതീയ സംസ്കൃതി അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ധർമ്മശാസ്ത്രത്തെ ഓരോ വർഷവും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ കർമ്മം നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മളിലൊക്കെ ആ ഒരു സാങ്കല്പികമായ ധാർമ്മികമായ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഐശ്വര്യം വെളിയാറണമെങ്കിൽ നമ്മൾ ആ ഒരു കാഴ്ചപ്പാട്, ആ ധാർമ്മിക ഉത്തരവാദിത്വം നാം ഏറ്റെടുത്തുകൊണ്ട് പൂജയുടെ സമാപന ഭാഗത്ത് സാക്ഷാൽ ജഗദംബികയായ മഹാകാളിയായ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്ന ഭക്തിഭാവത്തിൽ എല്ലാവരും ആ പാതാരവിന്ദങ്ങളിൽ വന്നിച്ച് അമ്മയോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അകത്തിരിക്കുന്ന അമ്മയുടെ പാദങ്ങളിൽ തൊടാൻ അവസരം കിട്ടില്ല, ശാന്തിക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോ ആ അമ്മയുടെ പ്രതിനിധിയായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പാദങ്ങളിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ ആ സമയത്ത് അമ്മ ഹൃദയം നിറഞ്ഞ് ദേവിയോട് പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രതിനിധിയായി ഇവിടെ ഇരിക്കുന്ന ഞാന് എൻ്റെ മുമ്പിൽ വന്ന മുഴുവൻ ആളുകൾക്കും അമ്മ തന്നെ എല്ലാവിധ ഐശ്വര്യ, ആരോഗ്യ, സമ്പദ് സമൃദ്ധിയും പ്രദാനം ചെയ്യണമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ കാളിദേവിയെ തന്നെ മനസ്സിൽ നിറച്ചു നിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക.
പരീക്ഷയൊക്കെ എഴുതിയിട്ട് അനിയത്തിയുടെ ഒന്ന് തൊടാൻ പറഞ്ഞു നമ്മളെ ഗ്രൂപ്പ്. ചാരാച്ചിറ ശ്രീ മഹാകാളിക്ക് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.